എവിടെ പോകുവാ ഞങ്ങള് നാട്ടില് പോകുവാണ്. ഞങ്ങള് മുത്തശ്ശീനെ അച്ഛനെ ഒക്കെ കാണാൻ വേണ്ടി ഞങ്ങള് നാട്ടില് പോവാണല്ലോ. അപ്പൊ നമ്മൾ ഇന്ന് നാട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ വെളുപ്പിന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ നാട്ടിൽ പോകുമ്പോൾ ട്രാഫിക് കിട്ടാതിരിക്കാൻ വെളുപ്പിന് ഇറങ്ങും. അതുകൊണ്ട് തന്നെ ഫുഡ് കഴിക്കാറില്ല. അപ്പോൾ നേരെ ഫുഡ് കഴിക്കാനായിട്ട് കയറി. അവൾ ചെറിയൊരു അലമ്പിട്ടപ്പോൾ ആളെടുത്തായിരുന്നു. ആ ഗ്യാപ്പിൽ ഞാൻ മസാല ദോശ കഴിച്ചു. കുറച്ച് അവൾക്കും കൊടുത്തു, കുറച്ച് എൻ്റെ കെട്ടിയവനും കൊടുത്തു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ പോകുന്നത് നാട്ടിലേക്കല്ല, വേറൊരു സ്ഥലത്തേക്കാണ് കേട്ടോ. 40 കിലോമീറ്റർ ഉള്ളിടത്ത് 120 കിലോമീറ്റർ ആയി എന്നെ ഓടിക്കുന്നത്. ഇന്നിങ്ങനെ എത്തുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഇനി ഇവിടെ കാണുന്നത് 1 കിലോമീറ്റർ കൂടി ഉള്ളൂ എന്നാണ് കാണിക്കുന്നത്. അത് നോക്കണം, 1 കിലോമീറ്റർ കൊണ്ട് എത്തുമെന്ന് അറിയില്ല. എന്നാലും പോയി നോക്കുകയാണ് ഗായ്സ്. നോക്ക മക്കളെ, നോക്കങ്ങോട്ട് ഏകദേശം എത്താനായി എന്നൊക്കെ കാണിക്കുന്നുണ്ട്. നമ്മൾ പോകുന്നത് കൂത്താമ്പുള്ളിയിലേക്കാണ്, എയർ ഹാൻഡ്ലൂമിലേക്കാണ്. ഒരുപാട് നാളായിട്ട് അവരുടെ വീഡിയോസ് കാണുമ്പോൾ പോകണമെന്ന് കരുതുന്നുണ്ട്. പിന്നെ ഇപ്പോൾ നാട്ടിൽ പോകുന്ന വഴി കയറാമെന്ന് കരുതി. അവരുടെ ഫ്ലെക്സ് ബോർഡുകളൊക്കെ റോഡിലുണ്ടായിരുന്നത് കൊണ്ട് തന്നെ വലിയ കൺഫ്യൂഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളങ്ങനെ എയർ ഹാൻഡ്ലൂമിൽ എത്തിയിട്ടുണ്ടായിരുന്നു. നല്ല തിരക്കായിരുന്നു കേട്ടോ അന്നത്തെ ദിവസം, കാരണം ഓണം അടുക്കാറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നേരെ ഷോപ്പിലേക്ക് പോയി. അപ്പോൾ അവിടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ സ്റ്റാഫും, എല്ലാ കസ്റ്റമേഴ്സിനും ഓരോ സ്റ്റാഫ് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ പർച്ചേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു കുട്ടിയായിരുന്നു നമ്മുടെ സെയിൽസ് ഗേളായിട്ട് വന്നത്. കുഴപ്പമുണ്ടായിരുന്നില്ല, അത്യാവശ്യം നല്ല സർവീസ് തന്നെയായിരുന്നു. അപ്പോൾ നമുക്ക് ഡ്രസ്സൊക്കെ കിട്ടി. പക്ഷേ ആകെയുള്ളൊരു വിഷമം എന്ന് പറഞ്ഞാൽ കിയക്കുള്ള ഡ്രസ്സുകൾ കിട്ടിയില്ല. കാരണം അവർ പറഞ്ഞത് കുട്ടികൾക്കുള്ള കളക്ഷൻ ഇല്ല, അതായത് നമ്മുടെ 2 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്കുള്ള കളക്ഷനൊന്നും അങ്ങനെ വരാറില്ല എന്നാണ്. അപ്പോൾ നിങ്ങളത് കാണുകയാണെങ്കിൽ അതും കൂടെ ഒന്ന് ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. കാരണം നമ്മൾ എറണാകുളത്ത് നിന്നാണ് വരുന്നത്. അപ്പോൾ അത്രയും ലോങ് ഒക്കെ വന്ന് എടുക്കുമ്പോൾ ഒരാൾക്ക് മാത്രം കിട്ടാണ്ടിരിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതും കൂടി ഉൾപ്പെടുത്തി നല്ലതായിരിക്കും എന്ന് തോന്നി. ബാക്കി ഓൾ ഓവർ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, അത്യാവശ്യം കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് കഴിഞ്ഞ് നേരെ നാട്ടിലേക്ക് പോവുകയാണ്. ബൈ.